ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന സേവേറിയോസ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിലെ തുബ്തേനുകളിൽ 5-ാം തുബ്തേനിൽ നാം അനുസ്മരിക്കുന്ന പരിശുദ്ധ സഭാപിതാവ്, വചനമായ ദൈവം ശരീരിയായി തീർന്നത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും, തുടർന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും, സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാ മോർ യാക്കോബ് ബുർദാനായും മോർ അപ്രേമും മോർ യാക്കോവും മോർ ഇസഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും 5-ാം തുബ്തേൻ മുന്നോട്ട് പോവുകയാണ്. 5-ാം തുബ്തേനെ നാം അനുസ്മരിക്കുമ്പോൾ ഏറ്റവും ദീർഘമായ വിശേഷണങ്ങൾ നൽകുന്ന സഭാപിതാവ് മറ്റാരുമല്ല, അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന മാർ സേവേറിയോസ് ആണ്. നമ്മള് ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അഥവാ അലക്സാണ്ട്രിയൻ സഭ, ഞങ്ങൾക്കിവിടെ അടുത്ത് അലക്സാണ്ട്രിയൻ സഭയുണ്ട്, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുണ്ട്. ഞാൻ അവിടെ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്. അവിടുത്തെ പുരോഹിതന്മാരെ കാണുമ്പോൾ നമ്മൾ സിറിയക് ഓർത്തഡോക്സ് ആണെന്ന് പറയുമ്പോഴേ അവരടുത്ത് അപ്പോൾ അവർ പറയുന്ന പേരാണ് സേവേറിയോസ്. സേവേറിയോസിനെ അത്രമാത്രം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഹോണർ ചെയ്യുകയാണ്, അത്രമാത്രം അവർ സ്നേഹിക്കുകയാണ്. കാരണം തൻ്റെ തിയോളജിക്കൽ കോൺട്രിബ്യൂഷൻ. മാർ സേവേറിയോസിന്റെ മാനീസോയാണ് നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ ആലപിക്കുന്നത്. നമ്മുടെ കുർബാനയിലെ പ്രദക്ഷിണം ആദ്യം തുടങ്ങുമ്പോഴുള്ള ആ വലമെപ്പുണ്ടല്ലോ, അവിടെ നമ്മൾ പാടുന്നത് നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ. ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്രിസ്റ്റോളജി, ക്രിസ്തു വിജ്ഞാനീയം ആണ് ആ പാട്ടിൽ, ആ മാനീസോയിലുള്ളത്. ആ മാനീസോ വളരെ പ്രധാനപ്പെട്ടതാണ്. സുറിയാനി സഭയുടെ ക്രിസ്തുവിജ്ഞാനിയെ മുഴുവൻ ഒറ്റ പാട്ടിൽ എഴുതി ചേർത്തു മാർ സേവേറിയോസ്. 1500 വർഷമായി സഭ ആ പാട്ട് പാടുകയാണ്. 15 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇന്നേക്ക് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവശാസ്ത്രം അവ്യക്തമായിരുന്ന, തർക്കവിഷയത്തിന് ഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിജ്ഞാനീയം വ്യക്തമായി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ റൂഹ കരങ്ങളിലെടുത്ത കർത്താവിന്റെ അഭിഷിക്തൻ മാർ സേവേറിയോസിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മനീസോ, നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും ആലപിക്കുന്ന മനീസോ, നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ. വ്യക്തമായി ക്രിസ്റ്റോളജി ഡിഫൈൻ ചെയ്യാണ് ക്രിസ്തുവിജ്ഞാനിയും. സ്വർഗപിതാവിന്റെ ഏകസുതനെ, വചനമായ രാജാദീശ, നിന്നെ ഞാൻ വാഴ്ത്തുന്നു. ബിക്കോസ് യു ആർ worthy to receive praises and worship. സ്തുതികളും ആരാധനകളും സ്വീകരിപ്പാൻ നീ യോഗ്യൻ. സഹജമതായി മൃതിരഹിത ബൈ നേച്ചർ യു ആർ ഇമോർട്ടൽ. നീ അമർത്യനാണ്, മരണമില്ലാത്തവനാണ്. ഇതാണ് ഇഗ്നേഷ്യസ് ന്യൂറോനോയുടെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വല്ലാൻ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവൻ, മൃതിരഹിതൻ, യു ആർ ഇമോർട്ടൽ. സഹജമതായി ബൈ നേച്ചർ യു ആർ ഇമോർട്ടൽ. സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയെന്നീവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാം മറിയാമിനും എന്ന് പറഞ്ഞാൽ ദൈവജനിത്രി കന്യക മറിയാമിനും എഫേസോസ് ഉന്നതോസിന്റെ റെസൊല്യൂഷനാണ്, തീരുമാനമാണ്, വിശ്വാസ പ്രമാണമാണ്, ക്രീഡൽ സ്റ്റേറ്റ്മെന്റ് ഈ പാട്ടിൽ കൊണ്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. സെവേറിയസിന്റെ മനീസോ അവിടെ പറയാണ്, ദൈവജനിത്രി മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സെവേറിയോസ്. ഓരോ സുറിയാനിക്കാരനും ഓരോ വിശുദ്ധ കുർബാനയിലും ഏറ്റുപറയാണ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. അവിടെയാണ് നമ്മുടെ രക്ഷ, അവിടെയാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ. അതാണ് സത്യവിശ്വാസം. ആ സത്യവിശ്വാസത്തെ ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയുടെ ആമുഖ ഗാനമായിട്ട് മനീസമായിട്ട് നമ്മൾ പറയുകയാണ്, ദൈവജനിത്രി കന്യകയാമറിയാമിന്നും ഭേദമതന്യേ മാനവനായി. ഭേദമതന്യേ മാനവനായി, വ്യത്യാസം കൂടാതെ അവൻ മനുഷ്യനായി. അപ്പൊ ഈ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ ഉദരത്തിൽ ആ ഭ്രൂണമുണ്ടായപ്പോൾ അതിന്റെ ആദ്യത്തെ തുടുപ്പ് മുതൽ ദാറ്റ് ഹ്യൂമാനിറ്റി ഈസ് ദ ഹ്യൂമാനിറ്റി ഓഫ് ദ ഇറ്റേണൽ വേൾഡ്. നിത്യവചനത്തിന്റെ മനുഷ്യത്വമാണത്. നിത്യമായി വചനം മാംസമായി. ജോഹാനിക് സ്റ്റേറ്റ്മെന്റ് ആണ്, ജോഹാനിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകാർണേഷൻ. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, വചനം മാംസമായി തീർന്നു. യോഹന്നാന്റെയും പൗലൂസിന്റെയും അലക്സാണ്ട്രിയയിലെ സിറിലിന്റെയും സ്റ്റേറ്റ്മെന്റുകൾ, മൂന്ന് വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റുകളെ ഒരുമിച്ചെടുത്ത് ഉയർത്തിയിട്ട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ മുമ്പിൽ അടിപതറാതെ നിന്ന് ആ താർക്കികൻ, മഹാതാർക്കികൻ, സത്യസുറിയാനി സഭയുടെ യഥാർത്ഥ പോരാളി, സത്യവിശ്വാസത്തെ ഉറപ്പിച്ച മാർ സെവേറിയോസ് മറിയം സംശയം കൂടാതെ എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സെവേറിയോസ്. താൻ ഉദ്ധരിച്ചത് യോഹന്നാൻ ശ്ലീഹായുടെയും പൗലൂസ് ശ്ലീഹായുടെയും അലക്സാണ്ട്രിയയിലെ സിറിലിന്റെയും ഉദ്ധരണികൾ. അദ്ദേഹം മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചു. വിമലത ശുചിയെന്നീവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാം മറിയാമിന്നും. പിന്നെ പറയാ, ഭേദമതന്യേ വ്യത്യാസം കൂടാതെ ദ ഹ്യൂമാനിറ്റി
of Jesus, the humanity of the eternal word. That is not a humanity beside the word. It's not apart from word. It's a humanity of the word. വചനത്തിൽ നിന്ന് വ്യത്യസ്തമായി, വചനത്തോട് കൂടിയുള്ള ഒരു മനുഷ്യത്വമല്ല, വചനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനുഷ്യത്വമല്ല, മറിച്ച് അത് വചനത്തിന്റെ മനുഷ്യത്വമാണ്. എത്ര കൃത്യമായിട്ട്, എത്ര വ്യക്തമായിട്ട്. സിംഹാസനങ്ങൾ നടുങ്ങി വിറച്ചു, ജ്ഞാനികൾ വിസ്മയിച്ചു, അധികാരസ്ഥന്മാർ നാണിച്ചുപോയി ആ വിജ്ഞാനത്തിന്റെ മുമ്പിൽ, ദൈവശക്തിയുടെ മുമ്പിൽ. അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് മോർ സെവേറിയോസ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇപ്പൊ നമ്മൾ ആ മനീസോ കേൾക്കുകയാണ്. അപ്പൊ അവിടെ അടുത്ത് പറയാണ്, ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാൽ ഇവർ തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ, മരണത്തെ കൊന്നവനെ. Death happened on the cross. On that cross a death happened. ആ കുരിശിൽ ഒരു മരണം സംഭവിച്ചു. ആ കുരിശിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച മരണത്തിനാണ് ആ മരണം സംഭവിച്ചത്. ആരാണ് അവിടെ മരിച്ചത്? ദൈവപുത്രൻ മരിച്ചു എന്ന് വിശ്വാസത്തിൽ നമ്മൾ പറയുമ്പോൾ, ഇൻ ആക്ച്വാലിറ്റി ദ ഡെത്ത്, മരണമാണ് അവിടെ മരിച്ചു വീണത്. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ മരണത്തെയും കുരിശിൽ കൊന്നുകളഞ്ഞു. The death of death. നിജമൃതിയാൽ ഇവർ തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ എന്നേക്കും നീക്കി. ആണ് സത്യവിശ്വാസം. നിജമൃതിയാൽ ഇവർ തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ. നമുക്ക് വളരെ പരിചയമുള്ള മനീസോ, എല്ലാ സുറിയാനിക്കാരും എല്ലാ കുർബാനയിലും കേൾക്കുന്ന മനീസോ. ആ അർത്ഥങ്ങളെ, ആ ആശയങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ ഒന്നുകൂടെ ശ്രമിക്കാം. നമുക്ക് എന്താണ് അവരവിടെ പാടുന്നതെന്ന് നമ്മൾ ശരിയായ വിധത്തിൽ ശ്രദ്ധിക്കണം. നിന്മാതാവ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ തിയോളജി അവിടെ പറയുന്നത്. സുറിയാനിക്കാരനെ കുർബാന ചെന്നെങ്കിൽ ഇതിന്റെ അർത്ഥം അങ്ങ് അറിയണം. അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ പാടി വരുമ്പോഴേക്കും എന്താ പറയുക, നീച്ച മൃതിയാലിവർ തൻ മൃതിയെ മെതിച്ചു നീഹനീച്ചോനെ. അവിടെ പാടുമ്പോൾ നമ്മുടെ ഹൃദയം ഇറ്റ് മസ്റ്റ് ലീപ്പ് വിത്ത് ജോയ്, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടണം.
അല്ല, അവിടെ കുറെ പേരെ രക്ഷിച്ചു, കുറെ പേരെ എടുത്തു, കുറെ പേരെ വെറുക്കി, കുറെ പേരെ നരകത്തിൽ പൊരിക്കാനിട്ട്, കുറെ പേരെ ചിക്കൻ ഫ്രൈ, കുറെ പേരെ 65 ആക്കി, കുറെ പേരെ പിന്നെ ബാർബിക്യൂ ആക്കി, കുറെ പേരെ തണ്ടൂരിയാക്കി. ഇതൊന്നുമല്ല. നോ 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 നീച്ച മൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു നീഹനീച്ചോനെ. കണ്ടോ, അവിടെ പാടിയാ മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ. ഓഹോ ഗ്ലോറി. മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ. ഇതുപോലെ ഒരു ക്രിസ്തീയ സഭയുണ്ടോ? ഈ പരിശുദ്ധ സുറിയാനി സഭ പോലെ ഇതുപോലൊരു സഭയുണ്ടോ? മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയ തുടിപ്പുകളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ അക്ഷരരൂപം നൽകി, അതിനെ ആശയാവിഷ്കാരം നൽകി, അതിനെ ഗാനമാക്കി, അതിനെ പ്രാർത്ഥനയാക്കി, അതിനെ ആലപിക്കുന്ന ഒരു സഭ ഭൂമിയിൽ വേറെയില്ല. ഈ സത്യ സുറിയാനി സഭ. ദിസ് ഈസ് ദ വെരി ഓൺ ചർച്ച് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രന്റെ സ്വന്തം സഭ. This is the true church. This is the true church. This is only the true church. ഇതാണ് സത്യസഭ. വേറൊരു സഭയും ഈ ട്രൂ ഗോസ്പൽ പറയത്തില്ല. അതിന്റെ വിശുദ്ധ കുർബാനയുടെ ആമുഖത്തിൽ ഈ ട്രൂ ഗോസ്പൽ പറയുക. വേറെ ലോകത്ത് ഏത് സഭയുണ്ട്? ഒരു സഭയുമില്ല. ഒറ്റ സഭ. ഈ സുറിയാനി സഭ മാത്രമാണ് ഇത് പറയുന്നത്. സുറിയാനി സഭ അതിന്റെ ആമുഖത്തിൽ പറയാണ്, നീച്ച മൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു നീഹനീച്ചോനെ അപരിപാവന തൃത്വൈക. ഈ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണിത്. ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ തിയോളജി നമുക്ക് എഴുതി തന്നു. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന സെവറിയോസ് AD 459 താൻ ജനിച്ചത്. പിസിദിയായ്ക്ക് അടുത്തുള്ള പിസിദിയൊക്കെ നിങ്ങൾ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളാണ്. പിസിദിയായ്ക്ക് അടുത്തുള്ള സൊസോപോളിസിൽ താൻ AD 459 ഭൂജാതനായി. താൻ ജനിച്ച ഒരു നിരീശ്വരവാദിയായ പിതാവിന്റെ മകനായിട്ടാണ്. പക്ഷെ തന്റെ പിതാമഹൻ, തന്റെ വല്യപ്പൻ ഒരു ബിഷപ്പായിരുന്നു. അപ്പന്റെ അപ്പൻ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും സെവോറിയോസ് എന്നായിരുന്നു. അദ്ദേഹം എഫേസോസ് സുന്നോദോസിൽ പങ്കെടുത്ത ഒരു ബിഷപ്പായിരുന്നു. സെവറിയോസ് വളരെ ധനിക കുടുംബത്തിലാണ് താൻ ജനിച്ചത്. ഫിനാൻഷ്യലി അഫ്ലുവന്റ് ഫാമിലി. ആ കുടുംബത്തിൽ ജനിച്ച ഈ സെവറിയോസ് തന്റെ വല്യപ്പൻ്റെ ഒരു ദർശനം കണ്ടു. തന്റെ മകന്റെ മകൻ വിശ്രുതനായി തീരും. ഒരു ദർശനം കാണുകയാണ്. The child who is for your son will strengthen orthodoxy and his name will be after your name. നിന്റെ പേരിൽ നിന്റെ മകന്റെ മകൻ അറിയപ്പെടും. അവൻ ഓർത്തഡോക്സിയെ ശക്തിപ്പെടുത്തും. വല്യപ്പൻ കൊച്ചുമകനുണ്ടായപ്പോൾ പറഞ്ഞു എന്റെ പേരിടാൻ പറഞ്ഞു. അങ്ങനെയാണ് സേവോറിയോസ് എന്നുള്ള പേര് കിട്ടിയത്. വല്യപ്പന്റെ പേരും സേവോറിയോസ് എന്നായിരുന്നു. അപ്പൊ ഈ സേവോറിയോസിന്റെ വല്യപ്പൻ എഫേസോസ് സുന്നോദോസിൽ പങ്കെടുത്ത ആളായിരുന്നു. തന്റെ പിതാവ് മരിച്ചതിന് ശേഷം AD 485 ആയപ്പോൾ, അതായത് 26 വയസ്സായപ്പോൾ താൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി വിദ്യാഭ്യാസം ചെയ്യുവാൻ. അന്നത്തെ കാലത്ത് അലക്സാണ്ട്രിയയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഹാർവാർഡിൽ പോകുന്ന പോലെയാ. കുടുംബസ്ഥിതി ഉള്ളവനും വീട്ടിൽ രണ്ട് തുട്ടുള്ളവനും പോകാൻ പറ്റത്തുള്ളൂ. അന്ന് അലക്സാണ്ട്രിയയ്ക്ക് പോയി പഠിക്കാൻ. സെക്കുലർ വിദ്യാഭ്യാസത്തിന്, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഒന്നുമല്ല. അന്ന് അലക്സാണ്ട്രിയ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. പഠിക്കാൻ പോയത് ഗ്രാമർ, റട്ടറിക് ആൻഡ് ഫിലോസഫി ബോത്ത് ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. എന്ന് പറഞ്ഞാൽ വ്യാകരണം, പ്രസംഗകല, തത്വശാസ്ത്രം എന്നിവ യവന ഭാഷയിലും ലത്തീൻ ഭാഷയിലും പഠിക്കുവാനായി താൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി. ഈജിപ്തിൽ അലക്സാണ്ട്രിയയിലേക്ക് പോയി. അപ്പം മനസ്സിലാകണം, 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം എഴുതിയിട്ട് തോറ്റുപോയവൻ ഉപദേശിയായിട്ട് ഇറങ്ങുന്ന പരിപാടിയല്ല.
യവന ഭാഷയിലും ലത്തീൻ ഭാഷയിലും തത്വശാസ്ത്രവും പ്രസംഗകലയും വ്യാകരണവും പഠിക്കുവാൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി സെവറിയോസ്. അവിടെ വെച്ച് സെവറിയോസ് സക്രിയ എന്ന് പറഞ്ഞ ഒരു സഹവിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു. സക്രിയാസ് എന്നു പേരുള്ള ധാരാളം മെത്രാപ്പോലിത്തമാർ, മേൽപ്പെട്ടക്കാർ നമ്മുടെ സഭയിലുണ്ട്. സക്രിയാസ് എന്നു പേരുള്ള മേൽപ്പെട്ടക്കാർ അല്ലെങ്കിൽ സാധാരണ വിശ്വാസികൾ സക്രിയ എന്നു പേരുള്ളവർ ഓർക്കണം, സക്രിയ സെവറിയോസിന്റെ ഫ്രണ്ടായിരുന്നു. സെവറിയോസിനെ ക്രിസ്തുവിലേക്ക് നയിച്ചതിൽ സക്രിയാവിന് വലിയ പങ്കുണ്ട്. അലക്സാണ്ട്രിയ ചെല്ലുമ്പോൾ സെവറിയോസ് ഒരു ക്രിസ്തു വിശ്വാസിയൊന്നും അല്ല, ഒരു സാധാരണ വിദ്യ അഭ്യസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഈ സക്രിയ സെവറിയോസിന് പറഞ്ഞു, നസിയാൻസിലെ ഗ്രിഗോറിയോസിന്റെ ബെസേലിയോസിന്റെയും റൈറ്റിംഗ്സ് വായിക്കാൻ. കേസറിയയിലെ ബെസേലിയോസിന്റെയും നസിയാൻസിലെ ഗ്രിഗോറിയോസിന്റെയും റൈറ്റിംഗ്സ് വായിക്കണം. ആരാണ് നസിയാൻസിലെ ഗ്രിഗോറിയോസ്? ആരാണ് കേസറിയയിലെ ബെസേലിയോസ്? ഗ്രിഗോറിയോസ്, ബെസേലിയോസ് പിതാക്കന്മാർ. അവരാണ് കപ്പദോക്യൻ പിതാക്കന്മാർ. ഈ ജനുവരി 1 നമ്മൾ അവരുടെ ഓർമ്മ സഭയെ ആഘോഷിക്കുന്നു. ജനുവരി 1 നമ്മൾ പ്രത്യേക ലൈവൊക്കെ ചെയ്ത കപ്പദോക്യൻ പിതാക്കന്മാർ. 2 ഗ്രിഗോറിയോസ് ഉണ്ട്, ഒരു ബെസേലിയോസ് ഉണ്ട്. ബെസേലിയോസിന്റെ സഹോദരി ഒരു മക്രീനയുണ്ട്. ആദിമ സഭയിലെ ഒരു വനിതാ രത്നമാണ് മക്രീന. മക്രീനയ്ക്ക് ഒരുപാട് ദർശനങ്ങൾ കിട്ടുമായിരുന്നു. മക്രീനയ്ക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടുമായിരുന്നു. കാള കുത്താൻ വരുന്നതും ബ്ലസ്സിമോടെ വയറ്റുവേദന മാറുന്നൊന്നുമല്ല. ദർശനം, ദൈവശാസ്ത്രം, ധാരാളം ദൈവശാസ്ത്ര വെളിപ്പാടുകൾ മക്രീനയ്ക്ക് കിട്ടുമായിരുന്നു. മക്രീനയുടെ സഹോദരന്മാരായിരുന്നു ബെസേലിയോസും ഗ്രിഗോറിയോസും, പിന്നെ മറ്റൊരു ഗ്രിഗോറിയോസ്. ഈ 2 ഗ്രിഗോറിയോസും ഒരു ബെസേലിയോസും ചേർന്ന് ഈ 3 വ്യക്തികളെ നമ്മൾ കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന സഭാചരിത്രത്തിൽ കപ്പദോക്യൻ ഫാദേഷ് എന്ന് നിങ്ങൾ വായിക്കുന്നു. അപ്പൊ ഈ ബെസേലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും ഒക്കെ എഴുത്തുകൾ വായിക്കുവാൻ ഈ സക്രിയാസ് എന്ന സഹവിദ്യാർത്ഥി ഈ പറഞ്ഞ സെവറിയോസിനെ ഉത്സാഹിപ്പിച്ചു. സെവറിയോസ് വായിക്കാൻ തുടങ്ങി. AD 486 ആയപ്പോൾ സെവറിയോസ് ബെറിറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫൊണീഷ്യയിൽ പോയി. അവിടെ നിയമവും തത്വശാസ്ത്രവും പഠിച്ചു. നിയമവിദ്യാർത്ഥിയായി അവിടെ ജോയിൻ ചെയ്തു. ലോ സ്കൂളിൽ ചേർന്നു. അവിടെ സഭാപിതാക്കന്മാരുടെ മുഴുവൻ രചനകളിലേക്കും സെവറിയോസ് ശ്രദ്ധയെ തിരിച്ചു. എന്ന് പറഞ്ഞാൽ സിറിൽ ഓഫ് ബെസേലിയോസിന്റെയും അത്താനാസിയോസിന്റെയും ഒക്കെ രചനകളിലേക്ക് താൻ ശ്രദ്ധയെ തിരിച്ചു. സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ മുഴുവൻ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. ഈ വായനയും പഠിത്തവും മാത്രമല്ല, അവിടെ ചർച്ച് ഓഫ് റിസറക്ഷൻ എന്നൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, നമ്മളിവിടെയൊക്കെ ഓർത്തഡോക്സി ഒക്കെ പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ അനുദിന പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകൾ ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവിക നിയോഗങ്ങൾ കിട്ടുകയുള്ളൂ. പ്രാർത്ഥനയ്ക്ക് പകരം വെക്കുവാൻ മറ്റൊന്നുമില്ല. നത്തിങ് ക്യാൻ റിപ്ലേസ് പ്രയർ. ഈ സെവറിയോസ് എന്ന് പറയുമ്പോൾ സെവറിയോസ് എവറി ഡേ ഹി വെന്റ് ടു ദാറ്റ് ചർച്ച് ആൻഡ് സ്പെൻഡ് ടൈം ഇൻ പ്രയർ. അവിടെ ചില ചെറുപ്പക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മദ്യപിക്കാൻ പോകാം, വേശ്യാലയങ്ങൾ സന്ദർശിക്കാം, പെണ്ണ് പിടിക്കാൻ പോകാം, അല്ലെങ്കിൽ ഡാൻസിന് പോകാം, ഒരുപാട് സോ മെനി ഓപ്ഷൻസ്. പക്ഷെ ചില ചെറുപ്പക്കാർ, സാധാരണ പ്രാർത്ഥന വല്യപ്പന്മാർക്കൊക്കെ ഉള്ള ചാകാൻ നേരത്ത് പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ചെറുപ്പക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പവർ ഉണ്ടാവും. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. നിങ്ങൾ എവിടെ ചെറുപ്പക്കാർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു കാണുന്നോ, പവർ, അവിടെ പവർ ഉണ്ടാവും. യൂത്ത്ഫുൾനെസ്, യൗവനത്തിൽ പ്രാർത്ഥിച്ചാൽ അവിടെ ശക്തിയുണ്ട്.
വൃദ്ധന്മാർ ചേർന്നിരുന്ന കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാം. പക്ഷേ അത് കുഴിയിലോട്ടൊന്ന് കാല് നീട്ടിയിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനയാണ്. ഐ എം നോട്ട് ജോക്കിംഗ്, ഐ എം വെരി സീരിയസ്. സോ ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചാൽ, ഇവിടെ ഈ പറഞ്ഞ ഈ സെവറിയോസ് പോയത് ചെറുപ്പക്കാരുടെ പ്രാർത്ഥനയിലാണ്. പുനരുത്ഥാന ദ ചർച്ച് ഓഫ് റിസറക്ഷനിൽ ചില ചെറുപ്പക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ സ്നാനമേൽക്കേണ്ട ആവശ്യകത തനിക്ക് ബോധ്യപ്പെട്ടു. താൻ സ്നാനപ്പെട്ടു. ആസ് ആൻ അഡൾട്ട് താൻ ശിശു സ്നാനം ഏറ്റിരുന്നില്ല. അതുകൊണ്ട് മുതിർന്ന സ്നാനം താൻ ഏറ്റു. ഒരു മുതിർന്ന സ്നാനത്തിലേക്ക് താൻ നയിച്ചു. സ്നാനപ്പെട്ടതിന് ശേഷം താൻ ഒരു സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തു. അസറ്റിക് ലൈഫ് താൻ തിരഞ്ഞെടുത്തു. സന്യസ്ത ജീവിതത്തിലേക്ക് പോയി. ധാരാളം ചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹം വിശുദ്ധ നാട് സന്ദർശിച്ചു. അവസാനം അദ്ദേഹം കൂടുതൽ സമയം മയൂമ എന്ന സ്ഥലത്ത് അദ്ദേഹം കൂടുതൽ സമയം, പാലസ്തീനിലുള്ള മയൂമയിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു സന്യാസി ഒരു ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഓർത്തഡോക്സിയുടെ പിതാവും അന്ത്യോക്യയുടെ പാത്രിയർക്കീസുമേ, എൻ്റെ ഭവനത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് വാസ് എ പ്രോഫസി, ഒരു പ്രവചനമായിരുന്നു. സാധാരണ ഒരു സന്യാസം സ്വീകരിച്ച ഒരു മനുഷ്യനായി താൻ വഴിയെ നടന്നു പോകുമ്പോൾ മറ്റൊരു സന്യസ്തൻ വന്ന് തന്നെ പാത്രിയർക്കീസ് എന്ന് വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ പാത്രിയർക്കീസ് ആകാൻ പോകുന്നു എന്നുള്ള പ്രവചനം പറയുകയാണ്. പിന്നീട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്ത് താൻ അന്ത്യോക്യയുടെ പാത്രിയർക്കീസായി ഉയർത്തപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. എല്ലാ പ്രശ്നങ്ങളൊന്നും ഞാൻ ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെൽക്കം ടു യു സേവറോസ്, ടീച്ചർ ഓഫ് ഓർത്തഡോക്സി ആൻഡ് പാട്രിയാർക്ക് ഓഫ് അന്ത്യോക്യ. അദ്ദേഹം ആ മങ്ക് വന്ന് വിളിക്കുകയാണ്. അപ്പോൾ മയൂമയിൽ പോയി അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രസംഗം കാൽസിഡോണിയനേതര വിശ്വാസികളുടെ വലിയ ആവേശം വിതച്ചു. ഈ സംബന്ധിച്ച് കാൽസിഡോൺ സുന്നോദോസ് അല്ലെ കൽക്കിയോൻ സുന്നോദോസ് നമ്മൾ പറയും. ഈ പലരും പല രീതിയിലാണ് അത് പറയുന്നത്. അപ്പൊ കൽക്കിയോൻ, കൽക്കുദിയോൻ, ചാൽസിഡൻ, ഇങ്ങനെ പല രീതിയിൽ പലരും പറയാറുണ്ട്. നാലാമത്തെ സുന്നോദോസാണ്. അതായത് ഒന്നാം സുന്നോദോസ് നിക്കിയായിൽ നടന്നു, രണ്ടാം സുന്നോദോസ് കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്നു, മൂന്നാം സുന്നോദോസ് എഫേസോസിൽ നടന്നു, നാലാമത്തെ സുന്നോദോസ് നമ്മുടെ സഭ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്ന ആദ്യത്തെ 3 സുന്നോദോസുകളാണ്. മൂന്ന് സുന്നോദോസുകളാണ് നമ്മൾ അംഗീകരിക്കുന്നത്. എന്നാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ 7 സുന്നോദോസുകൾ അംഗീകരിക്കുന്നുണ്ട്. സഭാചരിത്രം അല്പമായി പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കി പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ സുന്നോദോസുകൾ, സഭയുടെ സുന്നോദോസുകൾ, ആദ്യത്തെ സുന്നോദോസ് നിക്കിയ സുന്നോദോസ്, രണ്ടാമത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെ കുസ്തന്തീനോപോലിസ് കോൺസ്റ്റാന്റിനോപ്പിൾ, മൂന്നാമത്തെ സുന്നോദോസ് എഫേസോസ്. ഈ 3 സുന്നോദോസ് കഴിഞ്ഞപ്പോൾ 4ാമത്തെ സുന്നോദോസാണ് കൽക്കിയോൻ സുന്നോദോസ്. ഈ കൽക്കിയോൻ സുന്നോദോസിലാണ് നമ്മൾ റെസ്റ്റ് ഓഫ് ദ ക്രിസ്തൻഡം, വി ഡിപ്പാർട്ടഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ക്രിസ്തൻഡം, നമ്മൾ മറ്റ് ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ വേർപെട്ടത്, കത്തോലിക്കരുമായിട്ടും ഈസ്റ്റേൺ ഓർത്തഡോക്സ്, റഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുമായിട്ട് വേർപെട്ടത് 4ാം സുന്നോദോസിൽ. അതിൻ്റെ ഒരു പശ്ചാത്തലം പെട്ടെന്ന് ഞാൻ പറയാം. അതായത് നെസ്തോറിയൻ വിശ്വാസം വന്നു. നെസ്തോറിയൻ വിശ്വാസം നിങ്ങൾക്ക് ഏറെക്കുറെ പരിചയമുണ്ടല്ലോ. അപ്പൊ നെസ്തോറിയന്റെ വിശ്വാസം വേദവിപരീതം വന്നു. അപ്പൊ നെസ്തോറിയനും അലക്സാണ്ട്രിയയിലെ സിറിലുമായിട്ട് കത്തിടപാടുകൾ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നെസ്തോറിന്റെ വിശ്വാസം വേദവിപരീതമാണെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പറഞ്ഞു. ഈ സിറിൽ എന്നൊക്കെ പറയുമ്പം ബിഷപ്പ് ആട്ടോ. അപ്പോൾ അലക്സാണ്ട്രിയയിലെ സിറിൽ പറഞ്ഞു അത് തന്നെ. അപ്പൊ അവർ തമ്മിൽ കത്തിടപാടുകളുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ കത്തുകൾ വായിക്കാം. അതായത് യു ജസ്റ്റ് ഗൂഗിൾ ദാറ്റ് ലെറ്റേഴ്സ് ബിറ്റ്വീൻ നെസ്തോറിയൻ ആൻഡ് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലെറ്റർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി. അവസാനം എഫേസോസ് സുന്നോദോസ് കൂടുകയാണ്. എഫേസോസ് സുന്നോദോസിൽ വെച്ച് യേശു കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും വിശ്വാസ സത്യമായി ഉറപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാർക്ക് കിട്ടി, അപ്പോസ്തലന്മാരിൽ നിന്ന് അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് കിട്ടി, അപ്പോസ്തോലിക പിതാക്കന്മാരിൽ നിന്ന് സഭാപിതാക്കന്മാർക്ക് കിട്ടി. അങ്ങനെ സത്യസഭ ചെറിഷ് ചെയ്ത ആ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് എഫേസോസ് സുന്നോദോസിൽ പ്രഖ്യാപിക്കപ്പെട്ടു.
അവിടെ കൊണ്ട് വിശ്വാസം എല്ലാം പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് ഈ 3 സുന്നോദോസുകൾ കൊണ്ട് എല്ലാ വിശ്വാസവും ഉറപ്പിക്കപ്പെട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. 3 സുന്നോദോസുകൾ കൊണ്ട് എല്ലാ വിശ്വാസവും ഉറപ്പിക്കപ്പെട്ടു. എല്ലാ ശീഷ്മകളെയും നമ്മൾ അടിച്ചു പുറത്താക്കി. 80 ഹെരസിയെ പുറത്താക്കി. നിക്കിയ. അതുകൊണ്ടാണ് നമ്മൾ ഈ തുബ്ദയം വായിക്കുമ്പം നിക്കിയയിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പുണ്യപ്പെട്ട പൊതു സുന്നോദോസ്. ഈ 3 സുന്നോദോസുകൾ മതി. അത് കഴിഞ്ഞ് 4ാമത്തെ സുന്നോദോസ് വന്നു, കൽക്കിയോൻ സുന്നോദോസ്. അവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൽക്കുനിയോൻ സുന്നോദോസ് വന്നപ്പം ഈ രാജ്ഞിയൊക്കെ കൂടി വിളിച്ചു കൂട്ടി. നമ്മുടെ അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുള്ള ടീം ചെല്ലാൻ ലേറ്റായി. ട്രാവൽ ചെയ്ത് അവർ ഈ സുന്നോദോസിൽ എത്താൻ ലേറ്റായി. അപ്പം നേരത്തെ വന്ന ആരാ? റോമൻ ഏരിയ എന്നുള്ളവരും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുള്ളവരും എല്ലാം കൂടെ സുന്നോദോസ് കൂടി സ്റ്റാർട്ട് ചെയ്തു. എഫേസോസ് സുന്നോദോസിന്റെ ഇമ്പാക്റ്റ് വാസ് വെരി സ്ട്രോങ്. ഭയങ്കര ഇമ്പാക്റ്റ്. എഫേസോസ് സുന്നോദോസിൽ വെച്ച് നെസ്തോറിനിസത്തെ നമ്മൾ എന്ത് ചെയ്തു? സഭ അനത്തമൈസ് ചെയ്തിരിക്കുക. അപ്പൊ നെസ്തോറിനിസത്തെ അടിച്ചു പുറത്താക്കിയതിന്റെ ആവേശം കൽക്കിയോൻ സുന്നോദോസിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നെസ്തോറിയൻ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഭയങ്കര വികാരമാണ് എന്ന് പറഞ്ഞാൽ എഫേസോസ് സുന്നോദോസിൽ നെസ്തോറിയൻ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കി പുറത്താക്കി, അടിച്ചു പുറത്താക്കി ദുരുപദേശം. അപ്പൊ ആ ആവേശത്തിലാണ് കൽക്കിയോൻ സുന്നോദോസ് കൂടുന്നത്. കൽക്കിയോൻ സുന്നോദോസ് വന്നു കഴിഞ്ഞപ്പം അന്ത്യോക്യയിൽ നിന്നുള്ള ഡെലിഗേഷനും അലക്സാണ്ട്രിയയിൽ നിന്നുള്ള ഡെലിഗേഷനും ഒക്കെ താമസിച്ചു, ലേറ്റായി അവരെത്താൻ. പക്ഷെ അതിനു മുമ്പ് കൂടിയവരങ്ങ് ആവേശം മൂത്തിട്ട് അവർ വിശ്വാസം പ്രഖ്യാപിച്ചു. ഏതാ? നെസ്തോറിനെതിരായിട്ടുള്ള വിശ്വാസം അവർ പ്രഖ്യാപിച്ചു. അപ്പൊ അവര് പ്രഖ്യാപിച്ചു ഡിയോഫൈസിറ്റിസം. അതായത് യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്, സമഞ്ജസമായി സമ്മേളിക്കുന്നു. അതാ അത്താനാസിയോസ് പറഞ്ഞു ദ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അതിവര് പറഞ്ഞിട്ട് ഇവന്മാർക്ക് ഇത് മനസ്സിലായില്ല. ഇവർക്ക് ഇത് ശരിയായി മനസ്സിലായി. അപ്പൊ ഇവര് എന്നിട്ട് പറഞ്ഞു ഡിയോഫൈസിറ്റിസം. അപ്പൊ ഇവര് ഡിയോഫൈസിറ്റിസം കൽക്കിയോൻ സുന്നോദോസ് ഉറപ്പിക്കുക. ആ സമയത്താണ് അന്ത്യോക്യൻ ഡെലിഗേഷനും അലക്സാണ്ട്രിയൻ ഡെലിഗേഷനും കയറി ചെല്ലുന്നത്. അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുള്ള പ്രതിനിധികൾ കയറി ചെന്നു. അവരിത് കേട്ടപ്പോൾ അവർ ചിരിച്ചു. നോ 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 നോ, യു ആർ മിസ്റ്റേക്കൺ. അങ്ങനെയല്ല വേണ്ടത്. ഇവരങ്ങ് ഇവരുടെ ഈഗോ ഇളകി. ഇവർ ചോദിച്ചു എന്താ നിങ്ങൾ പറയുന്നതല്ല ശരി. കാരണം ഡിയോഫൈസിറ്റിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ക്രിസ്തുവിൽ എന്തുണ്ട്? ക്രിസ്തുവിൽ ദൈവത്വവുമുണ്ട് മനുഷ്യത്വവുമുണ്ട്. ദാറ്റ് ഇസ് നോട്ട്. കാരണം യഥാർത്ഥ വിശ്വാസം അറിയാവുന്ന യഥാർത്ഥ സഭക്കാർക്കാണ്. ഒറിജിനൽ ആയിട്ട് അതിന്റെ അവകാശികളുണ്ട്. അവര് പറഞ്ഞു നോ നോ. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞു ഇതല്ല. അലക്സാണ്ട്രിയൻ ഡെലിഗേഷൻ പറഞ്ഞു. മറ്റവരുടെ ഈഗോയെ തട്ടി. അവർ നിങ്ങളോട് ആരാ പറഞ്ഞു? അപ്പം വഴക്കായി. ഞാൻ പറഞ്ഞു മനസ്സിലായി. കൽക്കിയോൻ സുന്നോദോസിൽ ആക്ച്വലി ആഫ്റ്റർ 2000 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെറുതെ 1500 കൊല്ലം കളഞ്ഞു, വലിയ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് അവഗണിക്കാനുള്ള വ്യത്യാസമേ ഉള്ളൂ. വേറൊരാളെ വിശ്വാസം ഹെയർ സ്പ്ലിറ്റ് ആർഗ്യുമെന്റ്, തലമുടി നാര് കീറിയ തർക്കം. എനിവേ കൽക്കിയോൻ സുന്നോദോസിൽ ഇവർ ഡിയോഫൈസിറ്റിസം പിടിച്ചു. ഇപ്പൊ എന്റെ ഗ്ലോറിയസ് ഗോസ്പൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രോതാക്കൾ എന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താണ് ഇതിന്റെ വ്യത്യാസം. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾ തിയോളജിയൻസിനോട് ചോദിച്ചാൽ അവർ പോലും പറയത്തില്ല എന്താണ് ഈ ഹെയർ സ്പ്ലിറ്റ് ആർഗ്യുമെന്റ്. ഹെയർ സ്പ്ലിറ്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തലമുടി നാര് കീറുന്ന വ്യത്യാസമേ ഉള്ളൂ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ റോമൻ ചർച്ചും കോൺസ്റ്റാന്റിനോപ്പിൾ വിഭാഗവും അവരെല്ലാം കൂടെ കൽക്കിയോനി പറഞ്ഞ എന്താ? അവർ പറഞ്ഞു യേശുക്രിസ്തുവിൽ 2 സ്വഭാവമുണ്ട്, 2 നേച്ചേഴ്സ്, ദൈവപ്രകൃതവും മനുഷ്യപ്രകൃതവും. ഡിവൈൻ നേച്ചറും ഹ്യൂമൻ നേച്ചറും ക്രിസ്തുവിലുണ്ട്. അതാണ് ഡിയോഫൈസിറ്റിസം തിയോളജിക്കൽ ടേമ. അലക്സാണ്ട്രിയയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും വന്ന പിതാക്കന്മാർ കൽക്കിയോൻ സുന്നോദോസിൽ അർത്ഥഗർഭമായി പുഞ്ചിരി തൂകി.
നിങ്ങൾക്ക് മനസ്സിലായില്ല, പ്രശ്നമായി. ഇവർ പറഞ്ഞു നോ ദാറ്റ് ഈസ് റോങ്. ക്രിസ്തുവിൽ 2 സ്വഭാവം. അപ്പം ഇവർ വിട്ടുകൊടുത്തില്ല. ഇവർ പറഞ്ഞു യു ആർ മോണോതൈസിറ്റ്സ്. അപ്പം മോണോഫൈസിറ്റിസമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. മോണോഫൈസിറ്റിസ്. ഞങ്ങൾ ഡിയോഫൈസിറ്റിസം, അതായത് സ്വഭാവവാദം. യു ആർ മോണോഫൈസൈറ്റിസ്. നിങ്ങൾ ഏക സ്വഭാവവാദികളാണ്. അർത്ഥാൽ ഇവരെ നെസ്തോറിയൻ തൊഴുത്തിക്കൊണ്ട് കെട്ടുകയാണ്. അപ്പൊ അന്ത്യോക്യയിൽ നിന്ന് അലക്സാണ്ട്രിയയിൽ നിന്ന് വന്നവർ പറഞ്ഞു നോ ഞങ്ങൾ ഏക സ്വഭാവവാദമല്ല, മോണോഫൈസിസം അല്ല പറയുന്നത്. ഇന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും തിയോളജിക്കൽ ബുക്ക് വായിച്ചാലും ഈ 2 സ്റ്റാൻഡ് പോയിന്റ് ആണ് നിങ്ങൾ കാണുന്ന. ഡിയോഫൈസിറ്റിസം കാണും, മോണോഫൈസിറ്റിസം കാണും. ഈവൻ നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സി അല്ലെങ്കിൽ സിറിയക് ഓർത്തഡോക്സ് ചർച്ചിനെയൊക്കെ മോണോഫൈസിറ്റ്സ് ആയിട്ടാണ് ഇന്ന് തിയോളജിയൻസ് പറയുന്നത്. ആക്ച്വലി വി ആർ നോട്ട് മോണോഫൈസൈറ്റ്സ്. വി ആർ നീദർ മോണോഫൈസൈറ്റ്സ് നോർ ഡിയോഫൈസിറ്റ്സ്, ബട്ട് വി ആർ മിയാഫൈസൈറ്റ്സ്. മനസ്സിലായോ? നമ്മൾ ഡിയോഫൈസിറ്റിസവും വിശ്വസിക്കുന്നില്ല, അല്ലെ ഗ്രാബ് ചെയ്യുന്നില്ല, മോണോഫൈസിറ്റിസവും വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് മിയാഫൈസിറ്റിസമാണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ മോണോഫൈസിറ്റിസം ആൻഡ് ഡിയോഫൈസിറ്റിസം. അപ്പൊ മോണോഫൈസിറ്റിസത്തിന്റെയും ഡിയോഫൈസിറ്റിസത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു മിയാഫൈസിറ്റിസം ഉണ്ട്. അതാണ് സത്യവിശ്വാസം. അതാണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവര് പറയാ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് യേശുക്രിസ്തു, അത്രയേ ഉള്ളൂ. പുവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അന്ത്യോക്യയിൽ നിന്നുള്ള പിതാക്കന്മാർ, അലക്സാണ്ട്രിയയിൽ നിന്നുള്ള പിതാക്കന്മാർ അവരൊരുമിച്ച് ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല, ഒന്നിൽ നിന്നുള്ള 2 എന്ന് പറഞ്ഞാൽ ദൈവത്വവുമുണ്ട് മനുഷ്യത്വവുമുണ്ട്. അത് 2 പ്രകൃതം, ഒരു സ്വഭാവം. അപ്പോൾ 1 person 2 natures എന്ന ഡിയോഫൈസിറ്റിസം പറയുമ്പോൾ മിയാഫൈസിറ്റിസം പറയുന്നു 1 person 1 nature. ഇൻ 1 nature ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും എന്ത് ചെയ്തിരിക്കുന്നു? മിങ്കിൾ ചെയ്തിരിക്കുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന 1 person ആണ്, ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും നിൽക്കുക. നോ, ക്രിസ്തു എന്ന ഒരു വ്യക്തിക്ക് ഒരു സ്വഭാവമാണ്. ആ ഒരു സ്വഭാവത്തിൽ 2 പ്രകൃതമുണ്ട്. അതാണ് മിയാഫൈസിറ്റിസം. അതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. അതാണ് മിയാഫൈസിറ്റിസം. ഇതാണ് ഡിയോഫൈസിറ്റിസവും മിയാഫൈസിറ്റിസവും തമ്മിലുള്ള വ്യത്യാസം. ഈ വിശ്വാസ സത്യത്തിന് വേണ്ടിയാണ് യോഹന്നാൻ സ്ലീഹായുടെയും പൗലോസ് സ്ലീഹായുടെയും സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെയും ഈ 3 വ്യക്തികളുടെ ഉദ്ധരണികളെ എടുത്തുയർത്തിക്കൊണ്ട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ മുമ്പിൽ തന്റെ വിശ്വാസത്തെ സ്ഥാപിക്കുവാൻ ഈ സേവറിയോസ് പോയി നിൽക്കുന്നത്. ആ വലിയ ഡിബേറ്റിൽ സേവറിയോസ് വിജയിക്കുകയാണ്. പിന്നീട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലശേഷം അടുത്ത ചക്രവർത്തി വരുമ്പോൾ തന്നെ അവിടുന്ന് നാട് കടത്തുകയാണ്. അന്ത്യോക്യയിൽ നിന്ന് ഡീപ്പോസ് ചെയ്തു, നാട് കടത്തി. പക്ഷെ ആ ചക്രവർത്തിയുടെ ഭാര്യ സേവറിയോസിന്റെ വിശ്വാസത്തിൽ ആകൃഷ്ടയായിരുന്നു. രാജ്ഞി സേവറിയോസിന് ധാരാളം സപ്പോർട്ട് ചെയ്ത് രഹസ്യത്തിൽ അറിവ് കൊടുത്തു. സേവറിയോസിന്റെ നാക്ക് ഛേദിച്ച് കളയുവാനാണ് ചക്രവർത്തി ഉത്തരവിട്ടത്. ആ വിവരം രാജ്ഞി സേവറിയോസിനെ അറിയിക്കും. സേവറിയോസിനെ അവിടെ നിന്ന് നാട് കടത്തി രക്ഷപ്പെടുകയും സേവറിയോസ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് ചെല്ലുകയും അവിടെ പോപ്പ് സ്വീകരിച്ച് തന്റെ കൂടെ താമസിപ്പിക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ സേവറിയോസ് ഈജിപ്തിലേക്ക് ചെന്ന ദിവസത്തെ ആ സഭ ഇന്നും ഒരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അഥവാ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പാത്രിയർക്കീസ്, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ആരാ? ചക്രവർത്തിയാൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. പക്ഷേ ജനഹൃദയങ്ങളിൽ നിന്ന് സേവറിയോസ് ഒരിക്കലും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടില്ല. അദ്ദേഹം മരിക്കുന്നത് വരെ അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ആയിരുന്നു. താൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ താൻ ഒരു ബോട്ടിൽ, ഒരു വഞ്ചിയിൽ ജലമാർഗം ആണ് താൻ അലക്സാണ്ട്രിയയിലേക്ക് രക്ഷപ്പെട്ടത്. താൻ അന്ത്യോക്യ വിട്ടുകഴിഞ്ഞപ്പോൾ അന്ത്യോക്യ വലിയ ഭൂകമ്പം ഉണ്ടായി. 2 ലക്ഷത്തോളം പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അത് മറ്റൊരു സംഭവമാണ്. പക്ഷെ സേവറിയോസ് അലക്സാണ്ട്രിയയിൽ ചെന്നപ്പോൾ അലക്സാണ്ട്രിയൻ സഭയ്ക്ക് വലിയ ആഘോഷമായിരുന്നു. ഇന്നും 1500 വർഷങ്ങൾക്ക് ഇപ്പുറവും സേവറിയോസ് അലക്സാണ്ട്രിയയിലേക്ക് ചെന്ന ആ ദിവസത്തെ ആ സഭ ഇന്നും ഒരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുകയാണ്.
മനസ്സിലായി. നമ്മൾ ഈ അലക്സാണ്ട്രിയ സഭ, ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അന്ത്യോക്യൻ സഭയ്ക്ക് ദൈവശാസ്ത്രമില്ലായിരുന്നു, അലക്സാണ്ട്രിയ സഭയ്ക്കായിരുന്നു ദൈവശാസ്ത്രം ഉണ്ടായിരുന്നത്. ചില വെബ്സൈറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇപ്പൊ അന്ത്യോക്യൻ സഭയ്ക്ക് ദൈവശാസ്ത്രമില്ലായിരുന്നു. ഫൂൾസ് എന്ന് മാത്രം എനിക്ക് അവരെ പറ്റി ഐ ഫീൽ പിറ്റി ഓൺ യു. അന്ത്യോക്യയുടെ പാത്രിയർക്ക് സേവറിയോസ് അലക്സാണ്ട്രിയയിൽ ചെന്ന ദിവസം 1500 വർഷമായിട്ട് അവരൊരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുകയാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ സ്റ്റിൽ ഇന്നും. പിന്നീട് ഈ സേവറിയോസ് 2ാം പ്രാവശ്യം നാട് കടത്തപ്പെടുമ്പോഴും അവിടെ ചെന്ന് അവസാനം ഈജിപ്തിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ജൂറിസ്ഡിക്ഷനിൽ വെച്ചാണ് താൻ കാലം ചെയ്യുന്നത്. അത് AD 518 ആണ് കാലം ചെയ്യുന്നത്. അല്ലെങ്കിൽ കാലം ചെയ്യുന്ന സമയത്തും പിന്നീട് അദ്ദേഹത്തിൻ്റെ ബോഡി അവിടുന്ന് മാറ്റി ഇവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതും അവരൊരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നുണ്ട്. സോ ദേ ഹാവ് 2 ഫീസ്റ്റ്. അതായത് ഈ ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ പറയുന്നത് സിറിയക് ഓർത്തഡോക്സ് സഭയെക്കുറിച്ചല്ല പറയുന്നത്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ ഈ പാത്രിയർക്കീസുമായിട്ട് യാതൊരു ബന്ധവും വരാൻ പാടില്ല, അല്ല സാധ്യതയില്ലാത്ത കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഈ സേവറിയസ് പാത്രിയർക്കീസിന്റെ 2 ഫീസ്റ്റാണ് ആഘോഷിക്കുന്നത്. ഒന്ന്, താൻ ആദ്യം അവിടെ ചെന്ന ദിവസം, അവർക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല. താൻ ആദ്യം അവിടെ ചെന്ന ദിവസം അവരൊരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നു. രണ്ടാമത് AD 538 ഫെബ്രുവരി 5. AD 538 ഫെബ്രുവരി 5 സേവറിയോസ് പിതാവ് കാലം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി സോഗാഗ് മൊണാസ്ട്രിയിലേക്ക് മാറ്റി. അപ്പോൾ റീലൊക്കേഷൻ ഓഫ് ഹിസ് ബോഡി അത് ഡിസംബർ 19 കോപ്റ്റിക് സഭ ആഘോഷിക്കുന്ന അന്ത്യോക്യൻ പാത്രിയർക്കീസ് സേവറിയോസിന്റെ ഫീസ്റ്റാണ്. അപ്പൊ അത്രമാത്രം ആ സഭകൾ തമ്മിൽ ബന്ധമുണ്ട്. അവരെ അന്ത്യോക്യൻ സഭയെ അതുമാത്രം ആദരിക്കുന്നു, ഹോണർ ചെയ്യുന്നു. സേവറിയോസിന്റെ ദൈവശാസ്ത്ര സംഭാവനകളെ വിലമതിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ അടുത്ത് കോപ്റ്റിക് സഭയുണ്ട്, ഞാൻ അവിടെ പോകാറുണ്ട്, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയെ, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവർക്ക്, ഇന്ത്യയിൽ ഇപ്പോൾ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ വിസിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കുക. നിങ്ങൾ ചെല്ലുമ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് എ മെമ്പർ ഓഫ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച്. അപ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ പറയുന്ന ഈ പൊള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. അലക്സാണ്ട്രിയ സഭ അന്ത്യോക്യൻ സഭ എങ്ങനെയാണ് കാണുന്നതെന്ന്. കാരണം നിങ്ങളെ ആസ് എ ബിലീവർ നിങ്ങളെ അവരെങ്ങനെയാണ് വെൽക്കം ചെയ്ത് നോക്കുക. വലിയ ആവേശമാണ്. അത് നമ്മളവിടെ ചെന്ന് വെച്ച് ഞാൻ സിറിയക് ഓർത്തഡോക്സ് ചർച്ചിലെ അംഗമാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോഴും അവർ അടുത്ത നിമിഷം അവരുടെ വായി വരുന്ന ഒരു വാക്ക് സേവറിയോസ്, ബിക്കോസ് ഓഫ് സേവറിയോസ് അവിടെ അലക്സാണ്ട്രിയയിൽ താമസിക്കുന്ന സമയത്ത് പല അത്ഭുതങ്ങളും, താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു. രോഗികൾ സൗഖ്യമാകുകയും ഭൂതങ്ങൾ പുറപ്പെട്ടു പോവുകയും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ താൻ ഈടുറ്റ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗീതങ്ങൾ ഒക്കെ എഴുതുവാൻ ആ പ്രവാസ കാലഘട്ടം തന്നെ ദൈവം സഹായിച്ചു. തന്നെ അത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും പരിപാലിക്കുകയും ചെയ്തു കോപ്റ്റിക് സഭ. താൻ പുറത്താക്കപ്പെട്ടെങ്കിലും ഇടക്കാലത്ത് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ അന്തിമോസ് പാത്രിയർക്കീസായി. അന്തിമോസ് പാത്രിയർക്കീസ് ആയപ്പോൾ ആ സമയത്ത് സേവറിയോസ് വരുന്നുണ്ട്. സേവറിയോസ് അന്തിമോസിനെ കാണുകയും കൽക്കിയോൻ സുന്നോദോസിന്റെ തീരുമാനത്തിന്റെ അപാകത അന്തിമോസിനെ പറഞ്ഞു മനസ്സിലാക്കുകയും അന്തിമോസ് സേവറിയോസിനോട് ചേർന്ന് സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുകയും ആ സ്റ്റാൻഡിനോട് ചേർന്ന് തിമോത്തിയോസ് ആയിരുന്ന ആ സമയത്ത് അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസ് അദ്ദേഹവും ഒരുമിച്ച് ചേരുകയും ചെയ്തു. അതായത് അലക്സാണ്ട്രിയ, അന്ത്യോക്യ, കോൺസ്റ്റാന്റിനോപ്പിൾ 3 പാത്രിയർക്കീസുമാർ ഒരുമിച്ച് ചേർന്ന് അവർ 3 കൽക്കിയോൻ സുന്നോദോസിന് എതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. ആ സമയത്ത് റോമൻ മാർപ്പാപ്പ അക്കാപ്പറ്റസ് ആയിരുന്നു. റോമൻ മാർപ്പാപ്പയ്ക്ക് വലിയ അസ്വസ്ഥതയായി. കാരണം ഡിയോഫൈസിറ്റിസം എന്ന റോമൻ സഭയുടെ ദൈവശാസ്ത്ര നിലപാടിന് വിരുദ്ധമായിട്ട് അന്ത്യോക്യൻ പാത്രിയർക്കീസ് സേവറിയോസിന്റെ ഇൻഫ്ലുവൻസിൽ അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസും
കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസായിരുന്ന അന്തിമോസ്. അന്തിമോസിനെ നമ്മൾ സുറിയാനി സഭ അനുസ്മരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയം കാണാം, അന്തിമോസും ഇവാനിയോസും എന്നൊക്കെ നമ്മൾ തുബ്ദേനി കേൾക്കുന്ന ഫെമിലിയർ നെയിം. അപ്പം അന്തിമോസും സെബോറിയോസും അലക്സാണ്ട്രിയൻ പാത്രികീസും ഒരുമിച്ച് അലക്സാണ്ട്രിയയിലെ അന്ന് തിയോഡോഷ്യസ് ആയിരുന്നു, അത് തിമോത്തിയോസ് അല്ല, തിയോഡോഷ്യസ്. അപ്പൊ തിയോഡോഷ്യസും അന്തിമോസും സെബോറിയോസും ഇവർ മൂന്നും ഒരുമിച്ച് ആന്റി കൽക്കിയൻ സുനോദോസിന്റെ, അതായത് ആന്റി കൽക്കിയൻ സ്റ്റാൻഡ് എടുത്തു. ഡിയോഫൈസിറ്റിസ് ശരിയല്ല, മിയാഫൈസിറ്റിസമാണ് ശരിയെന്ന് തീരുമാനമെടുത്തപ്പോൾ പോപ്പ് അക്കപ്പറ്റസ് റോമിൽ നിന്ന് നേരെ എവിടെ വന്നു? കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്നു. റോമൻ സാമ്രാജ്യം അന്ന് രണ്ടാണ്, അതായത് ഈസ്റ്റേൺ റോമാ സാമ്രാജ്യം, വെസ്റ്റേൺ റോമാ സാമ്രാജ്യം റോമിലും ഈസ്റ്റേൺ റോമാ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിളുമാണ്. അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ വന്ന് ചക്രവർത്തിയെ സ്വാധീനിച്ച്, പോപ്പ് വന്ന് സ്വാധീനിച്ച് ഇവരെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ, അതായത് അന്തിമോസിനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ ചരട് വലിക്കുകയും അന്തിമോസിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും സേവോറിയോസിനെതിരായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും സേവോറിയോസ് അവിടുന്ന് ആ സമയത്താണ് വീണ്ടും എക്സൈലിലേക്ക് പോകുന്നത്. ഇതൊക്കെ ചെയ്ത് ആ സത്യവിശ്വാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സത്യവിശ്വാസം മിയാഫൈസിറ്റിസം ആണ്. ഇന്ന് എല്ലാവരും ദൈവശാസ്ത്ര വിശാരദന്മാരൊക്കെ മൗനമായി നിൽക്കുകയാണ്. 1500 വർഷം മാർപ്പാപ്പ തേൻ പുരട്ടിയ വാക്കുകൾ പറഞ്ഞു. എന്തിനാണ് വെറുതെ നമ്മൾ 1500 വർഷം വഴക്കിട്ടതാണ്, നമുക്ക് അവഗണിക്കാനുള്ളതേ ഉള്ളൂ എന്നവർ പറയുമ്പോൾ അവരുടെ നിലപാടുകളുടെ ദൗർബല്യമാണ്. കാരണം ദൈവശാസ്ത്ര വിശകലനത്തിൽ അവരുടെ നിലപാടുകളുടെ ദൗർബല്യം അവർ മനസ്സിലാക്കി. പൊളിറ്റിക്കലി ഫിനാൻഷ്യലി അവരാണ് ഇപ്പോൾ ശക്തര്, കരുത്തര്. കമ്പയർ ചെയ്യാൻ പോലും വയ്യാത്ത വിധത്തിൽ അത്ര വലുപ്പത്തിലാണെങ്കിലും ദൈവശാസ്ത്ര നിലപാടുകൾ തങ്ങളുടെ വിശ്വാസികൾ മരിച്ചു വീണപ്പോഴും കൊല്ലപ്പെട്ടപ്പോഴും തങ്ങളുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ പള്ളികൾ കയ്യേറപ്പെട്ടപ്പോഴും തീ വെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോഴും അന്ത്യോക്യൻ സഭ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. 20,000 പള്ളികളുണ്ടായിരുന്ന, 1000-ലധികം ബിഷപ്പുമാരുണ്ടായിരുന്ന അന്ത്യോക്യൻ സഭ ശുഷ്കമായിപ്പോയി. പള്ളികളെല്ലാം നഷ്ടപ്പെട്ടു, വിശ്വാസികളെല്ലാം കൊല്ലപ്പെട്ടു. ഇന്ന് 10 ബിഷപ്പുമാർ മാത്രമുള്ള ചെറിയ സഭയായി നിൽക്കുമ്പോഴും ഭീമാകാരമായി വളർന്നു നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ മുമ്പിൽ ദൈവശാസ്ത്ര സംവാദ വേദികളിൽ കടുകട വ്യത്യാസമില്ലാതെ, അണുവിട വ്യതിചലിക്കാതെ പിതാക്കന്മാർ ഏൽപ്പിച്ച സത്യവിശ്വാസത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ദൈവശാസ്ത്ര സംവാദ വേദികളിൽ അന്ത്യോക്യൻ സഭ നിൽക്കുമ്പോൾ അന്ത്യോക്യൻ സഭയുടെ ആ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അല്ല വിശ്വാസത്തിന്റെ പ്രതിരോധത്തിന്റെ മുമ്പിൽ റോമൻ സഭയുടെ ശബ്ദം അല്പം ഇടറിയോ അതോ പതറിയോ എന്ന് സംശയം തോന്നുമാറ് റോമൻ സഭ പറഞ്ഞു. മാർപ്പാപ്പ തിരുമേനി തന്നെ പറഞ്ഞു, നമ്മൾ വെറുതെ തർക്കിച്ചതാണ്. 1500 വർഷങ്ങൾക്ക് ഇപ്പുറത്തും ഈ സേവോറിയോസിന്റെ വിശ്വാസം, വാട്ട് എ ലൈഫ് ഇറ്റ് വാസ്. അലങ്കരിച്ച ദേവദാരു പോലെ അതിമനോഹരമായ ഒരു ജീവിതം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പിതാക്കന്മാരുടെ മുഴുവൻ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ
സുറിയാനി സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ മുഴുവൻ രാജാക്കന്മാരാൽ വിചാരണ ചെയ്യപ്പെടുകയും വിസ്തരിക്കപ്പെടുകയും ശിക്ഷ വിധിക്കപ്പെടുകയും സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമാണ് സുറിയാനി സഭ. കാരണം സത്യസഭയാണ്. തൻ്റെ നാഥൻ പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച നാഥനാണ്. ഇന്ന് ഏറ്റവും അവസാനം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സുറിയാനി സഭ ഇന്ന് അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ പറഞ്ഞ ഈ അന്ത്യോക്യായിലും ഈ ലെബനോനിലും ഒന്നും സുറിയാനി സഭ വിരലിലുണ്ടാവുന്ന ആളുകളേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുന്നത് പാത്രിയർക്കീസ് ഉണ്ട്. പാത്രിയർക്കീസിന്റെ കൂടെ ഓൺലി ഫ്യൂ മെമ്പേഴ്സ്, ബാക്കി മുഴുവൻ കൊല്ലപ്പെട്ടു. സാമ്പത്തികമായി ക്ഷയിച്ചു, ആൾബലത്തിൽ അവർ ക്ഷയിച്ചു. അപ്പം അതുകൊണ്ട് തന്നെയാണ് പലരും അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്, ആ സഭയെ ഗൗനിക്കാതിരിക്കുന്നത്. അപ്പം ശുഷ്കമായിപ്പോയി സാമ്പത്തികമായിട്ടും ആൾബലത്തിലും. ഇന്ന് ലോകത്തിൽ സുറിയാനി സഭ അവശേഷിച്ചിരിക്കുന്നത് മലങ്കരയിലാണ്. അപ്പം മലങ്കരയിലും ഇപ്പം അവസാനം വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്ക്, ആ സുറിയാനി സഭ നിയമസഭയിലും ചർച്ചാ വിഷയമായിരിക്കുക. കാരണം അത് സുറിയാനി സഭ അങ്ങനെയാണ്, സത്യസഭയാണ്. ഇപ്പോഴും അത് പൊളിറ്റിക്കൽ ഡിസ്കഷന്റെ ഒരു സബ്ജക്റ്റാണ്. കാരണം അതിൻ്റെ ആളെണ്ണത്തിലല്ല, കാരണം അതിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ നാഥൻ മുതൽ പൊളിറ്റിക്കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിചാരണ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ട്രൂ ചർച്ചിങ് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ ആരംഭം മുതൽ ഇസ്ലാം മതം അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് സുറിയാനി സഭയാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിനാൽ കൊല്ലപ്പെട്ടത് സുറിയാനി സഭക്കാരാണ്. കേരളത്തിലെ സുറിയാനി സഭക്കാരും ഇസ്ലാമിനാൽ ഒടുങ്ങിപ്പോകത്തേ ഉള്ളൂ. ഇസ്ലാമാണ് സുറിയാനി സഭയുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ദിസ് ഈസ് ദ റെട്രോസ്പെക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നിങ്ങൾ നടത്തും. ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സുറിയാനി സഭയുമായിട്ട് ഏറ്റവും കൂടുതൽ. സുറിയാനി സഭയിൽ നിന്നാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് ആ എനിമിറ്റി നിൽക്കുന്നത്. ഇടയ്ക്ക് അവർ സൗഹൃദം നടിക്കുമെങ്കിലും അവരാണ് യഥാർത്ഥത്തിൽ ശത്രുക്കളായിരിക്കുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പവേഴ്സും ഇസ്ലാമും ആണ് സുറിയാനി സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സിനാറിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സുറിയാനി സഭ ശുഷ്കമായി. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡ്രാമ മലങ്കരയിലാണ് സംഭവിക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഈ പിതാവിൻ്റെ അനുസ്മരണ ദിവസമാണ് സെവോറിയോസിൻ്റെ, സുറിയാനി സഭയുടെ ഓർത്തഡോക്സിയുടെ ടീച്ചറും അന്ത്യോക്യയുടെ പാത്രിയർക്കീസും എന്ന് പരിശുദ്ധ റൂഹായാൽ അദ്ദേഹം പ്രവചിച്ചതുപോലെ ആ പിതാവിൻ്റെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ധാരാളം കാര്യങ്ങൾ ഈ പിതാവിനെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ഞാൻ വിസ്താരത്തിൽ സമയം ദീർഘമാക്കുവാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. സുറിയാനിക്കാരുടെ കിരീടവും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് പ്രസംഗിച്ച, മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും Bakudus kudishin hauga oyommo ay kyoduşorios kinte dabarommo tamona talo ho ashro ലകോഹനമ്മ ഓ നന്ദുഹോശോ ഓ ഹദോനഹു ആതാമോഹസോഹൗബൈഹു ബ്രംശിഹോശ ബുക്കുബുസോ Atruku dishwaba walhi kulahun sakil sahu. Thank you for watching. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May God bless you.